100 തവണ വ്രതമാചരിച്ചാലും ദാനം ചെയ്താലും സ്ത്രീ ശുദ്ധിയാകുന്നില്ല. ഭർത്താവിന്റെ പാദം കഴുകിയ വെള്ളം തീർത്ഥ സമാനമായി കരുതാത്തവർക്ക് മറ്റു തീർത്ഥസേവ കൊണ്ട് എങ്ങനെ പുണ്യം കിട്ടാം? ആധുനിക കാലത്ത് അല്പം മാത്രം സ്വീകാര്യത കിട്ടിയേക്കാവുന്ന വരികളാണിവ. രണ്ടാമത്തെ പാദത്തിന് വലിയ സ്വീകാര്യത കിട്ടുമെന്ന് തോന്നുന്നില്ല. ചാണക്യന്റെ കാലത്തെ ജീവിത സാഹചര്യങ്ങളാണ് ഈ സുഭാഷിതത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശ്ലോകത്തിന്റെ യഥാർത്ഥ അർത്ഥം മാറ്റി വരികൾക്കിടയിൽ കൂടി നമുക്കൊന്ന് സഞ്ചരിക്കാം. വ്രതം നോക്കുന്നത് നല്ലത് തന്നെ. എല്ലാ മതവിഭാഗത്തിൽ പെടുന്നവരും പലവിധ പേരുകളിൽ വ്രതമെടുക്കുന്നു, പല കാര്യസാധ്യത്തിനായി. പക്ഷേ ഒട്ടുമിക്ക വ്രതങ്ങളും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. തനിക്കോ തൻ്റെ കുടുംബങ്ങൾക്കോ വേണ്ടി മാത്രം. സമൂഹത്തിന് വേണ്ടിയുള്ള വ്രതം എന്താണെന്ന് നോക്കാം. അതിലൊന്ന് ദാനമാണ്. തെരുവിൽ കഴിയുന്ന പട്ടിണി പാവങ്ങൾക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത് വ്രതമായി സ്വീകരിച്ചവരുണ്ട്. അതാണ് സമൂഹവ്രതം. ആഴ്ചയിലെ ഒരു ദിവസം തെരുവ് കുട്ടികളെ വിദ്യാഭ്യാസ കാര്യം നോക്കുന്ന ചില അധ്യാപകരുമുണ്ട്. അവരുടെ ദാനം വിദ്യാദാനമാണ്. ഇങ്ങനെ സമൂഹത്തിന് ഉപകരിക്കുന്ന ദാനധർമാദികൾ ചെയ്യാതെ 100 വ്രതം എടുത്തിട്ടും കാര്യമില്ല എന്ന് ഗുരു ചാണക്യൻ പറയുന്നു. ജപിക്കുന്ന ചുണ്ടുകളേക്കാൾ പ്രവർത്തിക്കുന്ന കർണങ്ങളാണ് ആവശ്യമെന്ന സ്വാമി വിവേകാനന്ദ വചനം ഇതിനോട് ചേർത്ത് വായിക്കാം. ഭർത്താവിന്റെ പാദം കഴുകിയ തീർത്ഥം എന്ന് അലങ്കാരികമായി മാത്രം പറഞ്ഞതാണ്. ഭർത്തൃ ശുശ്രൂഷ ചെയ്യുക, പതിവ്രതയായിരിക്കുക, മറ്റു കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക, ഗ്രഹസ്ത്രീയായി മാറുക എന്ന നല്ല അർത്ഥത്തിൽ ഈ വരികളെ കണ്ടാൽ മതി. ഗുരുവും ഉദ്ദേശിച്ചത് ഈ അർത്ഥം തന്നെയായിരിക്കാം. കാരണം ഒരു വാക്കിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു പണ്ഡിതനായിരുന്നു ചാണക്യൻ. ന ദാനൈ ദുർശുദ്ധ്യതേ നാരി നോഭാവാസനാശൈധരഭി ന തീർത്ഥസേവായ തദ്വത് ഭർത്തൃപാദോദൈകര്യർത്ഥയാ.